ഹായ് എവരി വൺ വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ. അപ്പോൾ അന്ന് നോക്കാത്ത കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടി 2022 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് എന്താണ്? In the following diagram, circle represents girls. സർക്കിൾ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഗേൾസിനെയാണ്. അപ്പോൾ നമുക്ക് ജി എന്ന് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ട്രയാങ്കിൾ റെപ്രസെൻറ്റ്സ് സയൻസ് സ്റ്റുഡൻസ്. ട്രയാങ്കിൾ എന്താണ്? സയൻസ് സ്റ്റുഡൻസ് ആണ്. അതേപോലെ തന്നെ റെക്റ്റാങ്കിൾ റെപ്രസെൻറ്റ്സ് PG സ്റ്റുഡൻസ്. റെക്റ്റാങ്കിൾ എന്താണ്? PG സ്റ്റുഡൻസ് ആണ്. PG സ്റ്റുഡൻസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സെഷൻ ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് പേഴ്സൺസ്. അതായത് എത്ര ആൾക്കാരാണ് ഓരോ സ്ഥലത്തും ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് നമ്പർ വെച്ചിട്ട്. പിന്നെന്താണ്? ഹൗ മെനി PG സ്റ്റുഡൻസ് ആർ ഗേൾസ് ഹു ആർ നോട്ട് സയൻസ് സ്റ്റുഡൻസ്. എന്തൊക്കെയാവണം? PG സ്റ്റുഡൻസ് ആവണം, ഗേൾസും ആവണം. പിന്നെന്താണ്? നോട്ട് സയൻസ് സ്റ്റുഡൻസ്. അപ്പോൾ സയൻസ് സ്റ്റുഡൻസ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റെഡ് കളർ എടുത്തിട്ട് സയൻസ് സ്റ്റുഡൻസിനെ മൊത്തം ഒഴിവാക്കാം. ട്രയാങ്കിളിലുള്ള ഇത്രയും നമ്പർ എന്തായാലും വരില്ല. അത് കഴിഞ്ഞിട്ട് എന്താവണം? PG സ്റ്റുഡൻറ്റ് വരണം, അതായത് റെക്റ്റാങ്കിൾ വരണം, ഗേൾസ് വരണം, സർക്കിൾ വരണം. ഇതിൽ രണ്ടിലും വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? 13 മാത്രമല്ലേ ഉള്ളൂ. സർക്കിളിലും വരുന്നുണ്ട്, റെക്റ്റാങ്കിളിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്? 13. ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ്? സ്റ്റഡി ദ ഗിവൺ ഡയഗ്രം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ദ നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സെഷൻസ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ്. ഇവിടെ കുറച്ച് വ്യക്തികളല്ല തന്നിട്ടുള്ള, കുറച്ച് സാധനങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറുകൾ. അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ്? ഹൗ മെനി സച്ച് ബാരൽസ് ആർ ദെയർ ദാറ്റ് ആർ ഓൺലി ജഗ്സ്. അപ്പം എന്താണ് ഇവിടെ പറയുന്നത്? ബാരലായിരിക്കണം, അതേപോലെ തന്നെ ജഗ്ഗുമായിരിക്കണം. ജഗ്ഗ് മാത്രമേ ആവാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ബാരൽസ് ഏതാണ് വരുന്നത്? ട്രയാങ്കിൾ അല്ലേ. ജഗ്ഗാണെങ്കിലോ സർക്കിൾ. അപ്പം നമുക്ക് ബോട്ടിൽസ് എന്തായാലും ഒഴിവാക്കാം. ബോട്ടിൽസ് നോക്കണ്ട. ഇത്രയും ബോട്ടിൽസ് അല്ലേ വരുന്നത് റെക്റ്റാങ്കിള്. ട്രയാങ്കിളിലും സർക്കിളിലും വരുന്ന ഏതാണ്? 4 അല്ലേ വരുന്നത്. നോക്ക് 4 വേറെ ഒന്നിലും ഇല്ല. സർക്കിളിലും ഉണ്ട്, ട്രയാങ്കിളിലും ഉണ്ട്. അതായത് ബാരൽസും ആണ്, അതേപോലെ തന്നെ ജഗ്സും ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അല്ലേ, 4. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ്? സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ദ നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സെഷൻ ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് തിങ്സ്. ഹൗ മെനി സച്ച് ട്രീസ് ആർ ദെയർ ദാറ്റ് ആർ ആൾസോ പ്ലാന്റ്സ് ബട്ട് നെയ്തർ ഹെർബ്സ് നോ ബുഷസ്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? ട്രീ ആയിരിക്കണം, അതേപോലെ തന്നെ എന്താണ്? പ്ലാന്റും ആയിരിക്കണം. പക്ഷേ നെയ്തർ ഹെർബ്സ് നോർ ബുഷസ്. ഹെർബ്സും ആവാൻ പാടില്ല, ബുഷസും ആവാൻ പാടില്ല. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം. ആദ്യം എന്താണ്? ഹെർബ്സും ബുഷസും കട്ട് ചെയ്തിട്ട് നമുക്ക് വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റും. സർക്കിളല്ല ഹെർബ്സ്, ഇതെന്തായാലും വരൂല. പിന്നെ ബുഷസ് അല്ലേ വരുന്നത്, ബുഷസ് ട്രയാങ്കിൾ, ഇതും വരില്ല. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ നോക്കണ്ട, കൺഫ്യൂഷൻ ഒഴിവാക്കാം.
അപ്പോൾ ഇത് രണ്ട് കട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം സുഖമായിട്ട് ആൻസറിൽ എത്താൻ പറ്റും. എന്താണ് 11, 8, 3 ഇതിലേതോ ഒന്നാണ് നമ്മുടെ ആൻസർ. അപ്പോൾ എന്തായിരിക്കണം? ട്രീസും ആയിരിക്കണം, അതുപോലെ തന്നെ പ്ലാന്റ്സും ആയിരിക്കണം. 8 അങ്ങനെ വരുന്നുള്ളൂ. 8 നോക്കി നോക്ക്, ട്രീസിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്ലാന്റ്സിലും വരുന്നുണ്ട്. അപ്പോൾ 8 എന്ന് പറയുന്ന ഏതാണ് ഓപ്ഷൻ വരുന്നത്? മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ്? നമുക്കൊരു വെൻ ഡയഗ്രം തന്നിട്ടുണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വെൻ ഡയഗ്രം ആണ്. നമുക്ക് നോക്കാം എന്നാലും. ഹൗ മെനി ഗ്രാജുവേറ്റഡ് സ്കിൽഡ് വർക്കേഴ്സ് ആർ നോട്ട് കോൺട്രാക്ച്വൽ? അപ്പം എന്താണ്? കോൺട്രാക്ച്വൽ ആവാൻ പാടില്ല, നോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ ആവണം? അപ്പം നമുക്ക് കോൺട്രാക്ച്വൽ ആദ്യം ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. കോൺട്രാക്ച്വൽ ഏതാണ് വരുന്നത്? ഇതല്ലേ? ഇത്രയും എന്തായാലും വരില്ല. പിന്നെന്താണ്? ഗ്രാജുവേറ്റഡ് സ്കിൽഡ് വർക്കർ. ഗ്രാജുവേറ്റഡ് ഇവിടെയുണ്ട്, ഗ്രാജുവേറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ വർക്കർ ഇവിടെയുണ്ട്, സ്കിൽഡ് ഇവിടെയുണ്ട്. അപ്പോൾ ഏതാണ് വരിക കറക്റ്റ്? ഗ്രാജുവേറ്റ്സ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നു. പിന്നെ അതേപോലെ തന്നെ വർക്കർ എന്ന് പറയുമ്പോൾ എന്താണ്? പെൻറ്റഗൺ അല്ലേ? പെൻറ്റഗൺ വന്നു. പിന്നെ അതേപോലെ തന്നെ സ്കിൽഡ് എന്ന് പറയുമ്പോൾ ഈ എലിപ്സും വന്നു. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? 27 അല്ലേ? 27 നോക്കുകയാണെങ്കിൽ വർക്കറിലുണ്ട്, അതേപോലെ തന്നെ സ്കിൽഡിലുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഗ്രാജുവേറ്റ്സിലും ഉണ്ട്. അപ്പോൾ 27 ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. 27 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റ്, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റഡി ദ ഗിവൻ വെൻ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. ഹൗ മെനി റെസിഡൻഷ്യൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്? ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. വെൻ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും, സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. എക്സാമിൻ്റെ ടെൻഷനിലേക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ബേസ് ഇല്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാവണം? റെസിഡൻഷ്യൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. റെസിഡൻഷ്യൽ ഇവിടെ വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ വരുന്നുണ്ട്, ഹോസ്പിറ്റൽ വരുന്നുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി വരുന്നുണ്ട്. എല്ലാം കൂടെ ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി വരുന്നത് ഏത് നമ്പറിലാണ്? നോക്ക്. റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ സ്ക്വയർ വന്നു, സ്ക്വയർ. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഷേപ്പ് ഇവിടെ വന്നു. പിന്നെ അതേപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റൽ ഇവിടെ വന്നു, സൂപ്പർ സ്പെഷ്യാലിറ്റി ഇവിടെ വന്നു. അപ്പം എല്ലാത്തിലും കൂടെ വരുന്ന ഏതാണ്? 9 അല്ലേ? 9 എല്ലാ ഫിഗറിലും വരുന്നില്ലേ? അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ 9 ആണ്. 9 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റഡി ദ വെൻ ഡയഗ്രാം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. ഹൗ മെനി വളണ്ടിയേഴ്സ് ആർ സൂപ്പർവൈസേഴ്സ് ബട്ട് നെയ്തർ ഡോണേഴ്സ് നോർ ഫീൽഡ് വർക്കേഴ്സ്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡോണേഴ്സ് ആവാൻ പാടില്ല, ഫീൽഡ് വർക്കറും ആവാൻ പാടില്ല. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. ഡോണർ ഏതാണ് വരുന്നത്? ഈ എലിപ്സ് അല്ലേ? എലിപ്സ് മൊത്തം നമുക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെ നോക്കി
ടൈം കളയണ്ടല്ലോ. ഡോണർ ഇല്ല, ഇത്രയും നമ്മൾ എന്തായാലും വരില്ല. പിന്നെന്താണ് അടുത്തത്? ഫീൽഡ് വർക്കർ ഒഴിവാക്കാം. ഫീൽഡ് വർക്കർ എന്ന് പറയുമ്പോൾ ഇതും. ഇനി നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഹൗ മെനി വളണ്ടിയേഴ്സ് ആർ സൂപ്പർവൈസർ? വളണ്ടിയറും സൂപ്പർവൈസറും ആവുന്ന നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. വളണ്ടിയർ, സൂപ്പർവൈസർ. വളണ്ടിയർ എന്ന് പറയുമ്പോൾ ഇത്രയാണ് എന്തായാലും വരുള്ളൂ. പിന്നെ അതിൽ സൂപ്പർവൈസർ വരുന്ന ഏതാണ്? ഈ ട്രയാങ്കിളും. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? 8 വരുന്നത് എന്താണ്? സൂപ്പർവൈസർ മാത്രമേ ഉള്ളൂ. 6 വരുന്നതും സൂപ്പർവൈസർ മാത്രമേ ഉള്ളൂ. വളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 മാത്രം വളണ്ടിയർ മാത്രമേ വരുന്നുള്ളൂ. 14 വളണ്ടിയർ മാത്രമാണ് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് വളണ്ടിയറും സൂപ്പർവൈസറും ഉള്ള ഒറ്റ ആളെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 0 ആണ്. 0 എന്ന് പറയുന്ന ഓപ്ഷനിലെ മൂന്നാമത്തെ ഓപ്ഷൻ അല്ലേ? മൂന്നാമത്തെ ഓപ്ഷൻ 0. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷനാണ് 0. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ്? സ്റ്റഡി ദ വെൻ ഡയഗ്രാം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. ഹൗ മെനി ഫീമെയിൽ എഞ്ചിനീയേഴ്സ് ആർ ഡ്രൈവേഴ്സ് ബട്ട് നോട്ട് ഡോക്ടേഴ്സ്? അപ്പോൾ ഡോക്ടർ ആവാൻ പാടില്ല, നോട്ട് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഡോക്ടേഴ്സ് ആദ്യം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കൺഫ്യൂഷൻ ഉണ്ടാവില്ല സോൾവ് ചെയ്യുമ്പം. ഡോക്ടേഴ്സ് ഏതാണ് വരുന്നത്? ഇതെല്ലാം സ്ക്വയർ തന്നെയാണ് വന്നിട്ടുള്ളത്. 3 സ്ക്വയർ കാണുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ നമുക്ക് ഈ ഇവിടുത്തെ സ്ക്വയർ വരുന്നത് അത് ഒഴിവാക്കി കളയാം. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് നോക്കി ടൈം കളയണ്ടല്ലോ. ഡോക്ടേഴ്സ്. പിന്നെ എന്തൊക്കെയാണ് ആവേണ്ടത്? ഫീമെയിൽ എഞ്ചിനീയേഴ്സ്, ഡ്രൈവറും ആവണം. എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? 22 നോക്കി നോക്ക്. 22 എന്ന് പറയുമ്പോൾ ഡ്രൈവേഴ്സിലുണ്ട്, ഫീമെയിലുണ്ട്, എഞ്ചിനീയേഴ്സിലുണ്ട്. അപ്പോൾ 22 ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. 22 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ അല്ലേ? ഒന്നാമത്തെ ഓപ്ഷനാണ് 22. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റഡി ദ വെൻ ഡയഗ്രാം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. ഹൗ മെനി നോൺ ഗ്രാജുവേറ്റ് ഓഫീസേഴ്സ് ആർ നെയ്തർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നോർ എഞ്ചിനീയേഴ്സ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആവാനും പാടില്ല, എഞ്ചിനീയേഴ്സ് ആവാനും പാടില്ല. അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം ആദ്യം തന്നെ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ റെക്റ്റാങ്കിൾ അത് ഒഴിവാക്കി. പിന്നെന്താണ്? എഞ്ചിനീയേഴ്സ് ഒഴിവാക്കാം. എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഈ ഷേപ്പ് അത് ഒഴിവാക്കി. പിന്നെ ബാക്കി എന്താണ്? നോൺ ഗ്രാജുവേറ്റ് ഓഫീസേഴ്സ്. നോൺ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാജുവേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഓഫീസർ മാത്രം ആയാൽ മതി. ഇതും വരില്ല. ഇവിടെ ഒരു ഓഫീസർ ഉണ്ട്, ഇവിടെ ഓഫീസർ മാത്രമുണ്ട്. അപ്പം നമുക്ക് 9ഉം 67ഉം കൂടെ ആഡ് ചെയ്യണം. 9ഉം 67ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാണ്? 9ഉം 7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 16 അല്ലേ? 16ന് 6 ശിഷ്ടം 1, 6ഉം 1ഉം 7, 76 നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. കാരണം എന്താണ്? ഓഫീസേഴ്സ് മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 76 നമ്മുടെ കറക്റ്റ് ആൻസർ. 76 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ.
ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റഡി ദ ഗിവൺ ഡയഗ്രാം കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ദ നമ്പേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സെഷൻസ് ഇൻഡിക്കേറ്റ് ദ നമ്പർ ഓഫ് പേഴ്സൺസ്. ഹൗ മെനി കനേഡിയൻ നാഷണൽസ് ആർ ദർ ഹൂ ആർ എൻട്രപ്രണേഴ്സ് ഓഫ് ഇന്ത്യൻ ബട്ട് നോട്ട് IT എഞ്ചിനീയേഴ്സ്? കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പോലെ അല്ലേ? നമുക്കിവിടെ തന്നിട്ടുണ്ട് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. കനേഡിയൻ നാഷണൽസ് ആർ ദർ ഹൂ ആർ എൻട്രപ്രണേഴ്സ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആവണം, എൻട്രപ്രണർ ആവണം, കനേഡിയൻ നാഷണൽ ആവണം. പക്ഷെ എന്താണ്? IT എഞ്ചിനീയർ ആവാൻ പാടില്ല. അപ്പോൾ IT എഞ്ചിനീയർ നമുക്ക് നോക്കണ്ട. അപ്പോൾ നമുക്ക് IT എഞ്ചിനീയർ ഒഴിവാക്കാം. IT എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം വരില്ലേ? അത് ഒഴിവാക്കാം. IT എഞ്ചിനീയർ ഒഴിവാക്കി. അപ്പോൾ ബാക്കി എല്ലാത്തിലും വരുന്ന ഏതാണ്? ഇതാണ് എൻട്രപ്രണേഴ്സ്. ഇത് കനേഡിയൻ നാഷണൽസ്. ഇതാണെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ. ഇതിലെല്ലാത്തിലും വരുന്ന നമ്പർ ഏതാണ്? 15 അല്ലേ? 15 ബാക്കി 3 സർക്കിളിൻ്റെ ഉള്ളിലും വരുന്നുണ്ട്. അപ്പോൾ 15 ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. 15 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. 10 ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ നോക്കുന്നുള്ളൂ. സ്റ്റഡി ദ വെൻ ഡയഗ്രാം ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോസ്. എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ മെനി മെയിൽ സ്റ്റുഡൻസ് ആർ നെയ്തർ സിംഗേഴ്സ് നോട്ട് ഡാൻസേഴ്സ്. സിംഗറും ആവാൻ പാടില്ല, ഡാൻസറും ആവാൻ പാടില്ല. അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ സുഖമായിട്ട് ആൻസറിലെത്താൻ പറ്റും. കൺഫ്യൂഷൻ കുറയ്ക്കാം നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതുന്നതിൽ. സിംഗർ എന്ന് പറയുമ്പോൾ ഇതല്ലേ? ഇതെന്തായാലും വരില്ല. ഡാൻസർ എന്ന് പറയുമ്പോൾ ഇതല്ലേ? ഇതും വരില്ല. പിന്നെ എന്തൊക്കെയാണ് ആവേണ്ടത്? മെയിലും ആവണം, സ്റ്റുഡൻറ്റും ആവണം. മെയിലും സ്റ്റുഡൻറ്റും വരുന്നതാണ് 5 അല്ലേ? നോക്കി നോക്ക്. മെയിൽസിലും വരുന്നുണ്ട്, സ്റ്റുഡൻസിലും വരുന്നുണ്ട്. അപ്പോൾ 5 ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.